നമസ്കാരം. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഏർവാടിയിലേക്ക് ട്രെയിൻ മാർഗം ചിലവ് ചുരുക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ. ട്രെയിൻ മാർഗം നമ്മൾ ഏർവാടി ദർഗ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ രാമനാഥപുരമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ട്രെയിൻ മാർഗം രാമനാഥപുരത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? സത്യാവസ്ഥ എന്തെന്നാൽ കേരളത്തിൽ നിന്ന് രാമനാഥപുരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ പിന്നെ വേറെ ഏതാണ് എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ കേരളത്തിൽ നിന്ന് മധുര വന്നിട്ട് അവിടുന്ന് രാമനാഥപുരത്തേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളിയും ഒരു ഓപ്ഷൻ തന്നെയാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ എളുപ്പം കേരളത്തിലുള്ള എല്ലാ ജില്ലകളും നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ആദ്യം മധുരയെ പിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എപ്പോഴും രാമനാഥപുരത്തേക്ക് ട്രെയിനുകൾ കിട്ടും. അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനുകൾ കിട്ടും. അല്ലാതെ എക്സ്പ്രസ് ട്രെയിനുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. മധുരയിൽ നിന്ന് ഏകദേശം ഒരു 107 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ രാമനാഥപുരത്തേക്ക്. അവിടെ എത്തിയതിനു ശേഷം നമുക്ക് 1 മണിക്കൂറോളം പ്രൈവറ്റ് ബസ്സിൽ യാത്രയുണ്ട് ഏർവാടി ദർഗയിലേക്ക് എത്തിച്ചേരാനായിട്ട്. അതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാകുന്ന മധുരയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ ഒന്ന് ഓടിച്ച് പറഞ്ഞു തരും. കാരണം ഓടിച്ച് പറയുന്നതിൻ്റെ കാരണം ഓൾറെഡി കേരളത്തിൽ നിന്ന് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിവിടെ പറയാൻ കാരണം ആ വീഡിയോയിൽ തന്നെയാണ് കേരളത്തിൽ നിന്ന് മധുരയിലോട്ട് വന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും കൂടെ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്ന സമയം പറയേണ്ട എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ്. എന്നിരുന്നാലും കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസുകളും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. കൂടാതെ ടിക്കറ്റ് ചാർജും ശേഷം മധുരയിൽ എത്തിയതിനു ശേഷം ഏതൊക്കെ ട്രെയിനാണ് രാമനാഥപുരത്തേക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതും എന്നും ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരും. ടിക്കറ്റ് ചാർജും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി കേരളത്തിൽ നിന്ന് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്ന കുറച്ച് ട്രെയിനുകളെ പരിചയപ്പെടാം. ഇപ്പം നമ്മുടെ അമൃത എക്സ്പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഉണ്ട്, ഗുരുവായൂർ ചെന്നൈ ഇഗ്മോർ വണ്ടിയുണ്ട്, തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്, പിന്നെ നമ്മുടെ കൊല്ലത്ത് നിന്ന് എടുക്കുന്ന അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. ഈ 5 ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം കേട്ടോ, ഓരോന്നായിട്ട്. എന്നിട്ട് ആ ട്രെയിനിൻ്റെ മധുര വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജും പറഞ്ഞതിന് ശേഷം മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിവരണവും അതിൻ്റെ ട്രെയിൻ ചാർജ് ടിക്കറ്റ് ചാർജും കൂടെ പറഞ്ഞു തരാം. അപ്പോഴത്തേക്ക് ഈ വീഡിയോ ഏകദേശം ഈ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാവും. പോയവരും നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്ന് തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. മുസ്ലിം സഹോദരങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല, വിശ്വാസികളായ മറ്റെല്ലാ സഹോദരങ്ങൾക്കും അത് ഉപകാരപ്രദമാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 161-28 ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ആണ്. നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ചെന്നൈ ഇഗ്മോറിൽ നിന്ന്, അതായത് ചെന്നൈ ഇഗ്മോറിലേക്ക് പോകുന്ന ട്രെയിനാണ്. എല്ലാ ദിവസവും രാത്രി 11:15 ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ 2-ാം ദിവസം രാത്രി 8:30 നമ്മുടെ ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരും. ഈ ഒരു ട്രെയിൻ മധുരയിലേക്ക് സ്റ്റോപ്പുണ്ട്. അതായത് എല്ലാ ദിവസവും രാത്രി 11:15 ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ 11:15 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് ഓടിച്ച് പറയാം. കേരളത്തിൽ മാത്രം നിർത്തുന്ന സ്റ്റേഷൻസ് ആണ് കേട്ടോ പറയുന്നത്. കാരണം വീഡിയോയുടെ ആദ്യമേ പറഞ്ഞാണെങ്കിൽ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും, അതായത് കേരളത്തിൽ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും ചെയ്ത് ഞാൻ ഉൾപ്പെടുത്തിയൊരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ മധുരയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിവരണം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ ഗുരുവായൂരിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 11:15 എടുക്കുന്ന ട്രെയിന്, പിന്നെ 11:35 തൃശ്ശൂർ പൂങ്കന്നത്ത് സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ രാത്രി 11:40 തൃശ്ശൂരെത്തും. അത് കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം അർദ്ധരാത്രി 12:05 ഇരിങ്ങാലക്കുടയിലേക്ക് എത്തും. 12:15 ചാലക്കുടി, 12:30 അങ്കമാലി, 12:40 ആലുവ, 1 മണിക്ക് എറണാകുളം ടൗൺ, അർദ്ധരാത്രി 1:15 എറണാകുളം ജംഗ്ഷൻ, 1:50 ചേർത്തല, 2:20 ആലപ്പുഴ, 3 മണിക്ക് കായംകുളം ജംഗ്ഷൻ, 3:50 കൊല്ലം ജംഗ്ഷൻ, 4 മണിക്ക് പരവൂര്, പിന്നെ നമ്മുടെ 5 മണിക്ക് വെളുപ്പിലെ വർക്കല ശിവഗിരി, 5:10 തിരുവനന്തപുരം സെൻട്രൽ, 5:40 നെയ്യാറ്റിൻകരയും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞു. പിന്നെ കുളിത്തുറ, എറണാകുളം, നാഗർകോവിൽ ടൗൺ, അങ്ങനെ അങ്ങ് പോകും വണ്ടി മൊത്തം കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് എല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എത്തിച്ചേരുന്ന സമയവും മനസ്സിലായി. ഇനി ജനറൽ ടിക്കറ്റിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഗുരുവായൂർ നിന്നാണ് തുടങ്ങുന്നത്. ജനറൽ ടിക്കറ്റ് അല്ല, ഫുള്ള് പറഞ്ഞുതരാം.
നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് മധുരൈ വരെ നമുക്ക് നോക്കാം. ജനറലിന് 190 രൂപയും സെക്കൻഡ് സിറ്റിങ്ങിന് 205 രൂപയും സ്ലീപ്പറിന് 345 രൂപയും തേർഡ് എ സിക്ക് 940 രൂപയും സെക്കൻഡ് എ സിക്ക് 1335 രൂപയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് മൊത്തവും മധുരയിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് കേട്ടോ. ഇതേ ട്രെയിനുകൾ തിരിച്ചും സർവീസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ വിവരണം പറഞ്ഞ് വെറുതെ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല, കാരണം നേരത്തെ പറഞ്ഞ കണക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ട്രെയിനെ പരിചയപ്പെടുത്തരാം ഫ്രണ്ട്സ്. ഇതൊരു കിടിലം ട്രെയിനാണ് കേട്ടോ. ഇത് ട്രെയിൻ നമ്പർ 226-28 തിരുച്ചിറപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് ഇൻ്റർസിറ്റി എക്സ്പ്രസ്. എല്ലാ ദിവസവും സർവീസ് ആയിരുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ തിരുച്ചിറപ്പള്ളി വരെ പോകുന്ന ഈ ട്രെയിനിലും നമുക്ക് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 11:35 എടുക്കുന്ന ട്രെയിൻ അതേ ദിവസം തന്നെ വൈകുന്നേരം ഒരു 4:55 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും കേട്ടോ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ പിന്നെ കുളിത്തുറൈ, നാഗർകോവിൽ ടൗൺ, വള്ളിയൂര്, തിരുനെൽവേലി ജംഗ്ഷൻ, കോവിൽപ്പട്ടി, സാത്തൂർ, വിരുദ്ധനഗർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ മധുരൈ ജംഗ്ഷൻ. ഇത്രയും സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. മധുരൈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ഇതൊരു സൂപ്പർ ട്രെയിനാണ് കേട്ടോ. നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രെയിനാണ്. കൊല്ലത്തും തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മധുരൈ വരെ ജനറലിന് 125 രൂപയും സെക്കൻഡ് സിറ്റിങ്ങിന് 140 രൂപയും ചെയർ കാറിന് 500 രൂപയാണ് കേട്ടോ. ഈ ഒരു ട്രെയിൻ നമുക്കപ്പോൾ കേരളത്തിൽ നിന്ന് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് കേട്ടോ. ഇനി ഒരു 2-3 ട്രെയിനും കൂടെ നിങ്ങൾക്കൊന്ന് ഓടിച്ച് മധുരയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം മധുരയിൽ നിന്ന് എങ്ങനെയാണ് രാമനാഥപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസും വിശദീകരിച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇത് ട്രെയിൻ നമ്പർ 206-36 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ ഇഗ്മോർ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനാണ്. എല്ലാ ദിവസവും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:55 എടുക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി 9:30 നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് രാവിലെ ഉച്ചയ്ക്ക് 2:55 എടുക്കുന്ന ട്രെയിൻ കൊല്ലത്ത് നിന്ന് പിന്നെ പരവൂരുണ്ട് 3:10, 3:20 വർക്കല ശിവഗിരി, 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ, 4:30 നെയ്യാറ്റിൻകര, 4:40 പാറശാല. ഇത്രയും സ്ഥലത്താണ് ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നമുക്കിനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് നോക്കുവാണെങ്കിൽ കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് കൊല്ലത്ത് നിന്ന് മധുരൈ വരെ ഒരാൾക്ക് വരുന്നത് ജനറലിന് 145 രൂപയും സ്ലീപ്പറിന് 265 രൂപയും തേർഡ് എ സിക്ക് 680 രൂപയും സെക്കൻഡ് എ സിക്ക് 945 രൂപയും ഫസ്റ്റ് എ സിക്ക് 1575 രൂപയാണ്. ഇനി നമുക്ക് മറ്റൊരു ട്രെയിനെ പരിചയപ്പെടാം മധുരയിലേക്ക് പോകാൻ സാധിക്കുന്ന. ഇനി ഒരു 3 ട്രെയിനും കൂടെ മധുരയിലേക്ക് നമുക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുക. ഒരു 3 ട്രെയിനും കൂടെ പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി നമുക്ക് കേൾക്കാം. ഫ്രണ്ട്സ്, ഞാൻ നോക്കിയപ്പോൾ ഒരു 4 ട്രെയിനും കൂടെ ബാക്കിയുണ്ട്. അതിൽ ആദ്യത്തെ ട്രെയിൻ നമ്പർ 167-30 പുനലൂർ മധുരൈ എക്സ്പ്രസ്. എല്ലാ ദിവസവും പുനലൂരിൽ നിന്ന് മധുരൈ വരെ പോകുന്നൊരു ട്രെയിനാണ് കേട്ടോ ഇത്. പിന്നെ തൊട്ട് താഴെയുള്ള ട്രെയിൻ നമ്പർ 163-41 അമൃത എക്സ്പ്രസ്. അറിയാമല്ലോ, എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിനാണ്. പഴനിയിലേക്ക് കേരളത്തിലുള്ള തീർത്ഥാടകർ പഴനി പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്. ഈ ഒരു ട്രെയിനിൽ നമുക്ക് മധുരയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പിന്നെ ട്രെയിൻ നമ്പർ 163-28 മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്. ഇത് ഫുൾ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ്. കൂടുതൽ അൺറിസർവ്ഡ് കോച്ചസ് ഉള്ള ട്രെയിനാണ് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്. നല്ല യാത്രയാണ്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അത് നമ്മൾ മധുരയും ഗുരുവായൂരിലേക്കും വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. അടുത്ത ട്രെയിൻ നമ്പർ 161-02 ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ്. അത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ചെന്നൈ ഇഗ്മോറിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ഒരു 4 ട്രെയിൻ ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ 4 ട്രെയിനുകളും നമുക്ക് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞു തന്ന ഈ 4 ട്രെയിനുകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ ട്രെയിനെ. അപ്പോൾ ആദ്യം പറഞ്ഞത് ആ ട്രെയിൻ നമ്പർ 167-30 പുനലൂർ മധുരൈ എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും പുനലൂരിൽ നിന്ന് വൈകുന്നേരം 5:15 എടുക്കുന്ന ട്രെയിൻ വൈകിട്ട് 5:30 ആവണീശ്വരവും, 5:35 കൂരി എന്ന് പറയുന്ന സ്റ്റേഷൻ, വൈകുന്നേരം 5:40 കൊട്ടാരക്കര, 5:50 ഏഴുകോൺ, 6 മണിക്ക് കുണ്ടറ, 6:10 കിളിക്കൊല്ലൂർ, 6:20 കൊല്ലം ജംഗ്ഷൻ, 6:30 ഇരവിപുരം, 6:40 മയനാട്, 6:50 പരവൂര്, 6:52 ഇടവൈ, 6:55 വർക്കല ശിവഗിരി, 7:10 കടക്കാവൂര്, 7:15 ചിറയൻകീഴ്, 7:30 മുരുക്കമ്പുഴ, 7:30 കന്യാകുമാരി അല്ല കേട്ടോ, ക്ഷമിക്കുക, 7:35 കഴക്കൂട്ടം, 7:45 കൊച്ചുവേളി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത്, 7:50 തിരുവനന്തപുരം പേട്ട, 8:10 തിരുവനന്തപുരം സെൻട്രൽ, 8:30 നെയ്യാറ്റിൻകര, രാത്രി 8:45 ധനുവജപുരം, പിന്നെ 8:50 പാറശാല കഴിഞ്ഞാൽ പിന്നെ കേരളം കഴിഞ്ഞു, പിന്നെ തമിഴ്നാടാണ്. എന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും 5:15 നമ്മുടെ പുനലൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിനെ 3:35 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് പുനലൂർ എന്ന് പറയുകയാണെങ്കിൽ പുനലൂരിൽ നിന്ന് മധുരൈ വരെ 140 രൂപയും സ്ലീപ്പറിന് 250 രൂപയും തേർഡ് എ സിക്ക് 680 രൂപയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ കണ്ട കൂട്ടത്തിലെ രണ്ടാമത്തെ ട്രെയിനായ ട്രെയിൻ നമ്പർ
3:43 അമൃത എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 8:30 ആരംഭിക്കുന്ന ട്രെയിൻ 8:45 കഴക്കൂട്ടത്ത് സ്റ്റോപ്പുണ്ട്. 9:10 വർക്കല ശിവഗിരി, രാത്രി 9:30 കൊല്ലം ജംഗ്ഷൻ, രാത്രി 10 മണിക്ക് കരുനാഗപ്പള്ളി, 10:20 കായംകുളം ജംഗ്ഷൻ, 10:30 മാവേലിക്കര, 10:40 ചെങ്ങന്നൂർ, 10:50 തിരുവല്ല, രാത്രി 11 മണിക്ക് ചങ്ങനാശ്ശേരി, 11:20 കോട്ടയം. പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:30 എറണാകുളം ടൗൺ, 12:50 ഇടപ്പള്ളി, 1 മണിക്ക് ആലുവ, 2:20 തൃശ്ശൂർ, വെളുപ്പിനെ 3 മണിക്ക് ഒറ്റപ്പാലം, 3:40 പാലക്കാട് ജംഗ്ഷൻ, 4:15 പാലക്കാട് ടൗൺ, വെളുപ്പിനെ 4:40 കൊല്ലങ്കോട് ട്രെയിൻ എത്തുന്നതോടുകൂടി കേരളത്തിലുള്ള സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതേ ദിവസം തന്നെ രാവിലെ 9:55 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അതായത് 8:30 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 9:55 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തിലുള്ള മിക്ക ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ മധുര എങ്ങനെ എത്തിച്ചേരാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ പറഞ്ഞ ട്രെയിനുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും സർവീസ് നടന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ അമൃത എക്സ്പ്രസ്സിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മധുര വരെ ജനറലിന് 190 രൂപയും, സ്ലീപ്പറിന് 350 രൂപയും, തേർഡ് എ സിക്ക് 950 രൂപയും, സെക്കൻഡ് എ സിക്ക് 1355 രൂപയാണ്. ഇനി നമുക്ക് മറ്റൊരു ട്രെയിനെ പരിചയപ്പെടാം. അത് നമ്മുടെ ട്രെയിൻ നമ്പർ 163/28 മധുരൈ എക്സ്പ്രസ്, അതായത് ഗുരുവായൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. ഇതും എല്ലാ ദിവസവും നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് രാവിലെ 5:50 എടുക്കുന്ന ട്രെയിൻ 6:15 തൃശ്ശൂർ പുങ്ങുന്നം, 6:20 തൃശ്ശൂർ, 6:30 ഒല്ലൂർ, 6:40 പുതുകാട്, 6:50 ഇരിങ്ങാലക്കുട, 7 മണിക്ക് ചാലക്കുടി, രാവിലെ 7:05 കരിക്കുട്ടി, 7:15 അങ്കമാലി, 7:30 ആലുവ, 7:35 കളമശ്ശേരി, 7:50 ഇടപ്പള്ളി, 8 മണിക്ക് എറണാകുളം ടൗൺ, 8:20 തൃപ്പൂണിത്തുറ, രാവിലെ 8:30 മുളന്തുരുത്തി, 8:40 പിറവം റോഡ്, 8:50 വൈക്കം റോഡ്, 8:55 കുറുപ്പുംതറ, 9:05 ഏറ്റുമാനൂർ, 9:35 കോട്ടയം, പിന്നെ 10 മണിയോടുകൂടി ചങ്ങനാശ്ശേരി, 10:15 തിരുവല്ല, 10:20 ചെങ്ങന്നൂർ, 10:30 മാവേലിക്കര, 10:45 കായംകുളം ജംഗ്ഷൻ, 10:50 കരുനാഗപ്പള്ളി, പിന്നെ 11:10 ശാസ്താംകോട്ട ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ഉള്ളത് 12 മണിക്ക് കൊല്ലം ജംഗ്ഷനാണ് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കൊല്ലം ജംഗ്ഷനിലെത്തും. 12:20 കിളിക്കൊല്ലൂർ, 12:30 ചന്ദനത്തോപ്പ്, 12:35 കുണ്ടറ, പിന്നെ 12:40 കുണ്ടറ ഈസ്റ്റ്, 12:50 എഴുകോൺ, 12:55 കൊട്ടാരക്കര, 1 മണിക്ക് കൂരി, 1:05 ആവണീശ്വരം, 1:15 പുനലൂർ, പിന്നെ 1:40 ഇടമൻ, 2 മണിക്ക് ഒറ്റയ്ക്കൽ, പിന്നെ തെന്മലയുണ്ട് 2:15, കഴുതുരുത്തിയുണ്ട് 2:30, പിന്നെ ഇടപ്പാളയുണ്ട് 2:45, 2:50 ആര്യങ്കാവും, ന്യൂ ആര്യങ്കാവും, 2:55 ആര്യങ്കാവുമാണ്. പിന്നെ ഭഗവതിപുരം, സെങ്കോട്ടെ, തെങ്കാശിയിലൊക്കെ പോയിട്ട് നമ്മുടെ ട്രെയിൻ രാത്രി ഒരു 6:58 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും കേട്ടോ. വൈകുന്നേരം ഒരു 6:58 നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നത്. അടിപൊളി ഒരു ട്രെയിനാണ്, നല്ല യാത്രയും സുഖമൊക്കെ ആയിട്ടുള്ളൊരു ട്രെയിനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി ഞാൻ ഈ പറയുന്ന കണക്ക് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മധുരൈ ജംഗ്ഷനിലെത്തും. രാവിലെ 5 മണിക്ക് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ. അതിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഗുരുവായൂരിൽ നിന്ന് മധുരൈ വരെ ജനറലിന് 165 രൂപയും, സ്ലീപ്പറിന് 315 രൂപയും, തേർഡ് എ സിക്ക് 845 രൂപയാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി മറ്റൊരു ട്രെയിനെ പരിചയപ്പെടാം. അത് നമ്മുടെ ട്രെയിൻ നമ്പർ 16102 ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ്. കൊല്ലത്ത് നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത്. ഇതും നമ്മുടെ കുണ്ട്ര, കൊട്ടാരക്കര, ആവണീശ്വരം, പുനലൂർ, തെന്മല, ആര്യങ്കാവ് വഴിയൊക്കെയാണ് പോകുന്നത്. അതങ്ങനെ പോയി നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം 6:30, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം 6:30 മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 100 രൂപയാണ് കേട്ടോ. കൊല്ലത്ത് നിന്ന് ചെന്നൈ അല്ല നമ്മുടെ മധുരൈ വരെ. പിന്നെ സ്ലീപ്പറിന് 190 രൂപയും, തേർഡ് എ സിക്ക് 505 രൂപയും, സെക്കൻഡ് എ സിക്ക് 710 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടുമിക്ക ട്രെയിനുകളെ പരിചയപ്പെട്ടല്ലോ. കേരളത്തിൽ നിന്ന് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്നതും അതിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മധുരയിലെത്തി. കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്ന് ആയിക്കോട്ടെ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ട്രെയിനുകളിൽ കയറി നമ്മൾ മധുരയിലെത്തി. മധുരയിൽ നിന്ന് ഇനി നമുക്ക് രാമനാഥപുരം ആണല്ലോ പോകേണ്ടത്. അവിടുന്ന് ഏകദേശം നമുക്ക് ദൂരം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 107 കിലോമീറ്ററാണ് നമുക്ക് രാമനാഥപുരത്തേക്ക് വരുന്നത്. അപ്പോൾ ഏതൊക്കെ ട്രെയിനുകൾ നമുക്ക് ഏതൊക്കെ സമയത്തുകളുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ ദിവസവും സർവീസ് നടന്ന കുറച്ച് ട്രെയിനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതായത് ഒരു 1, 2, 3 ട്രെയിനുകളെ പരിചയപ്പെടുത്തരാം. എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിൻ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങളിൽ സർവീസ് നടന്ന ട്രെയിനുകളും ഉണ്ട് കേട്ടോ. നമുക്ക് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാൻ ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട്. രാമനാഥപുരത്തേക്ക് ട്രെയിൻ മാർഗം നമുക്ക് പോകാനായിട്ട് 2 മണിക്കൂർ. എന്നിട്ട് രാമനാഥപുരം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന്
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 850 മീറ്ററിനകത്തെ നമുക്ക് അതായത് ബസ് കയറാൻ സ്റ്റാൻഡിലേക്ക് പോകണമല്ലോ, ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 850 മീറ്ററേ ഉള്ളൂ. രാമനാഥപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഏർവാടിയിലേക്ക് പോകാൻ ബസ് കിട്ടും. ഒരു 30 കിലോമീറ്ററിനകത്ത് ദൂരം കാണും. ഒരാൾക്ക് വരുന്നത് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ രാമനാഥപുരത്തിൽ നിന്ന് ഏർവാടിയിലേക്ക് നമ്മുടെ ദർഗയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു പ്ലാൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയേണ്ട ഒരു കാര്യം, എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ പള്ളിയിൽ പോകുന്നു, അതായത് മുസ്ലിം ഇസ്ലാം സഹോദരങ്ങളുടെ ആയാലും പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മുടെ ക്രിസ്ത്യൻസ്, നമ്മുടെ വേളാങ്കണ്ണി, അങ്ങനത്തെ ഉള്ള എല്ലാം അമ്പലങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് എല്ലാം നിറഞ്ഞൊരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ നമ്മുടെ അജ്മീർ ദർഗയെ പറ്റി ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് കമൻ്റ് ഇട്ടായിരുന്നു. അതും നമ്മുടെ ഈ ഇസ്ലാമിലുള്ള ഒരു 2 തരം ആൾക്കാർ എന്നുള്ള ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇങ്ങനെ അറിയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ്. ഇതിനെയൊക്കെ പറ്റി അറിയാനും കേൾക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അജ്മീർ ദർഗയൊക്കെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഫാമിലിയിലുള്ള നല്ല മെമ്പേഴ്സ് പറഞ്ഞിട്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫാമിലിയുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെയൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ നമ്മളെല്ലാ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ അതങ്ങനെ വിചാരിച്ചു, പക്ഷേ നിന്ദിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പം ഞാൻ ദർഗയുടെ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇസ്ലാമിലുള്ള കുറച്ച് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമായിട്ട് ഒരുപാട് മതഭ്രാന്ത് പിടിച്ച കമൻറ്റുകളൊക്കെ വന്നായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിതിനെപ്പറ്റി ധാരണയില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നൊരു മതമാണ് നമ്മുടെ ഇസ്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇസ്ലാം മതവും ഓരോ കാര്യങ്ങൾ കേൾക്കാനും അതിനെപ്പറ്റി അറിയാനും. ഇപ്പം ഞാൻ ഹിന്ദുസിൻ്റെ ആണെങ്കിലും നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും എല്ലാം അതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോരുത്തർക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലും ചിലപ്പോൾ വേണമെങ്കിൽ വരാമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഏർവാടി ദർഗ ഉള്ള സ്ഥലം അത് ചിലപ്പോൾ വിശ്വസിക്കുന്നവരും ഉണ്ടാവാം, വിശ്വസിക്കാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതേ കണക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല സത്യം എന്തോ പറയണ്ടേന്ന് തിരിച്ചു മറുപടി, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ പറയുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാം സഹോദരങ്ങൾ തീർച്ചയായും എന്നോട് ക്ഷമ ചോദിക്കണം. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ, ഞാനിപ്പോൾ ഈ ഏർവാടി ദർഗയെ പറ്റി പറഞ്ഞതിലും എന്തെങ്കിലും എനിക്ക് അറിവ് കുറവ് ആയി പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെനിക്ക് ക്ഷമിച്ച് ആ അറിവുകൾ പറഞ്ഞു തന്ന് തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദർഗയെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. എങ്ങനെ നിങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കാം, ട്രെയിൻ മാർഗം എളുപ്പത്തിൽ പോകാൻ സാധിക്കും എന്നതിനെയൊക്കെ പറ്റിയിട്ട് അറിയിക്കാനുള്ളതാണ് എൻ്റെ ഒരു ശ്രമവും. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. അല്ലാതെ അവിടെ ദർഗയിൽ എന്താണ്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, അതൊക്കെ അറിയാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. നമ്മളെപ്പോഴും ഓരോ സ്ഥലങ്ങളെ പറ്റിയിട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ട്രെയിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുകയാണ്, അവിടെ എങ്ങനെ ട്രെയിനിലെത്താം. ഭാവിയിൽ എല്ലായിടത്തും പോകും തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും ഏർവാടി ദർഗ എനിക്ക് സന്ദർശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ അജ്മീർ ദർഗയിലേക്ക് പോകണമെന്നും നല്ല ആഗ്രഹമുണ്ട്. എല്ലാം പടച്ചവൻ്റെ കൃപയാൽ നടക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എനിക്കിത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ തോന്നി, അതാണ്. എന്തെങ്കിലും തെറ്റ് ഞാൻ അറിഞ്ഞോ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാം സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ട്രെയിനുകളെ പരിചയപ്പെടാവേ. ഫ്രണ്ട്സ്, നിങ്ങളിത് ഇത് കണ്ടില്ലേ, ഈ 3 ട്രെയിനുകളും രാമേശ്വരത്തേക്ക് പോകുന്ന പാസഞ്ചറാണ്. മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്നതാണ്. എല്ലാ ദിവസവും സർവീസ് ആയിരുന്ന ട്രെയിനുകളാണ് ഈ 3 ട്രെയിനുകളും. അപ്പോൾ രാമേശ്വരം വരെ ഡയറക്റ്റ് ട്രെയിൻ പോകത്തില്ല. കാരണം എല്ലാവർക്കും അറിയാലോ, അവിടെ പാമ്പൻ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മണ്ഡപം വരെയോ അല്ലെങ്കിൽ രാമനാഥപുരം വരെയാണ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളുള്ളത്. അപ്പോൾ ഈ 3 ട്രെയിനുകളും നമുക്ക് രാമനാഥപുരത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളാണ്. മിനിമം ചാർജ് ഒരു 55 രൂപയൊക്കെ എക്സ്പ്രസ് ട്രെയിനാണ് വരുന്നത്. ഇതിനൊക്കെ ഒരു മിനിമം 30-35 രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ നമുക്ക് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിൻ നമ്പർ 567-11 രാമേശ്വരം പാസഞ്ചർ ഉണ്ടല്ലോ, അതെല്ലാ ദിവസവും രാവിലെ 6:50 മധുരയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാവിലെ 8:50 കൂടി രാമനാഥപുരത്തേക്ക് എത്തും. രണ്ടാമത്തത് ട്രെയിൻ നമ്പർ 567-13 രാമേശ്വരം പാസഞ്ചർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 1:15 നമ്മുടെ മധുരയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 3:15 നമ്മുടെ രാമനാഥപുരത്തേക്ക് എത്തും. പിന്നുള്ളത് 6:15 വൈകിട്ടുള്ളതാണ് ട്രെയിൻ നമ്പർ 567-15. അത് 6:15 വൈകിട്ട് നമ്മുടെ മധുരയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി 8:05 കൂടി രാമനാഥപുരത്തേക്ക് എത്തും. ഇത് 3 ട്രെയിനുകളുമാണ് എല്ലാ ദിവസവും നമ്മുടെ മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകൾ. ഇത് കൂടാതെ ഒരു ട്രെയിനുണ്ട്, അതായത് ഒന്ന് ട്രെയിൻ നമ്പർ 167-79 രാമേശ്വരം ഒരു എക്സ്പ്രസ് ഉണ്ട് കേട്ടോ, തിരുപ്പതി രാമേശ്വരം എക്സ്പ്രസ്. അത് 55 രൂപയൊക്കെ ആവും ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് പക്ഷേ വെളുപ്പിനെ 1:40 മധുരയിലെത്തും, 3:15 രാമനാഥപുരത്തേക്ക് എത്തും. അത് ആഴ്ചയിൽ ഞായറും ചൊവ്വയും ശനിയും ആണ് സർവീസ് ഉള്ളത്. പിന്നെ ട്രെയിൻ നമ്പർ 226-22 രാമേശ്വരം കേപ്പ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്.
അത് ആഴ്ചയിൽ തിങ്കളും ബുധനും വെള്ളിയാഴ്ചയാണ്. അതും രാവിലെ 2:40 മധുരയിൽ എത്തിയിട്ട് 3:53 രാമനാഥപുരത്തേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഞാൻ ഈ പറഞ്ഞ 3 പാസഞ്ചർ ട്രെയിനുകളാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ചിലവ് ചുരുക്കിക്കൊണ്ടാണല്ലോ. അപ്പോൾ എല്ലാ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏറ്റവും ചിലവ് ചുരുങ്ങിയ മാർഗ്ഗം ഇതാണ്. പിന്നെ ഏർവാടി ദർഗയിലേക്ക് എത്തിച്ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ കേട്ടറിവാണ്, കണ്ടിട്ടുണ്ട് ധാരാളം വ്ളോഗേഴ്സ് ചെയ്യുന്നത്. കാരണം ദർഗയുടെ അടുത്ത് മലയാളത്തിലൊക്കെ ഇഷ്ടംപോലെ പേരിൽ ലോഡ്ജുകളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ധാരാളം മലയാളികൾ അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതിന് ഇതാണ്. പലതരം ബഡ്ജറ്റിൽ നമുക്ക് അവിടെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒന്നിനും ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 പാസഞ്ചർ ട്രെയിനും തിരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും മധുരയിലേക്ക് പോകാൻ ട്രെയിനുണ്ട്. മധുരയിൽ നിന്ന് എല്ലാ ദിവസവും രാമനാഥപുരത്തേക്ക് പോകാൻ ട്രെയിനുണ്ട്. രാമനാഥപുരത്ത് നിന്ന് നമുക്ക് എപ്പോഴും ബസ് കിട്ടും ദർഗയിലേക്ക് പോകാൻ. ഇതേ ഷെഡ്യൂൾ തന്നെ തിരിച്ച് നാട്ടിലോട്ടും ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇപ്പോൾ ദർഗയിൽ വന്ന് ഒരു ദിവസം നിന്ന് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട്, ദർഗയെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ, കേട്ടറിവുകൾ മാത്രമാണ്. ഒരുപാട് രോഗങ്ങൾക്കും അല്ലെങ്കിൽ ഈ മാനസിക ശമനത്തിനൊക്കെ വേണ്ടിയിട്ടും എല്ലാം സുഖപ്രദമാകുന്നതിനൊരു സംഭവമാണ് ഇവിടെ നടക്കുന്ന ചികിത്സാ രീതികൾ, അതുപോലത്തുള്ള സേവനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നുള്ളത്. സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് എല്ലാം ഓരോരോ വിശ്വാസങ്ങളും കാര്യങ്ങളും അല്ലേ. നമ്മളെല്ലാത്തിനെയും ബഹുമാനിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ നിന്ദിക്കാൻ പാടില്ല. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇല്ല, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട, തിരക്കണ്ട. നമ്മൾ നിന്ദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതേ ഉള്ളൂ അതേ ഉള്ളൂ എന്നൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കരുത്. അതാണ് ഏറ്റവും നല്ലത്, ഇല്ലേ? അങ്ങനെ ആയിരിക്കത്തില്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അവിടെ നിങ്ങളൊരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ദർഗയിൽ നിന്ന്, അതായത് ഏർവാടി ദർഗയിൽ നിന്ന് നിങ്ങൾ ബസ് പിടിച്ച് നേരെ രാമനാഥപുരത്തേക്ക് വരുന്നു. രാമനാഥപുരത്തിൽ നിന്ന് മധുരയിലേക്ക് നിങ്ങൾ ട്രെയിൻ കയറുന്നു. മധുരയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് നിങ്ങൾ ട്രെയിൻ കയറുന്നു. വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് ഏർവാടി ദർഗയിലേക്ക് പോയി വരാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇന്നീ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്ത് പോകാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. പിന്നെ ഇപ്പോൾ ഈ പള്ളിയുടെ ദർഗയിലെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, മറ്റു മതക്കാരും സപ്പോർട്ട് ചെയ്യുമെന്നറിയാം. എന്നിരുന്നാലും എല്ലാവരും പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ചാനലിൽ വരുന്നത് മിക്സഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ പള്ളിയിൽ പോകുന്നത് ഇസ്ലാം പള്ളിയിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിലും നമ്മുടെ ക്ഷേത്രങ്ങളിലാണെങ്കിലും എല്ലാത്തിനെയും കൂടെ ചേർന്നൊരു വീഡിയോ ആണ് വരുന്നത്. ഒരു കാര്യത്തിനും നമ്മൾ മുൻഗണന കൊടുത്തിട്ടില്ല, അല്ലെ ഇത് മാത്രമേ ഞാൻ ഈ ഒരു ചാനൽ ചെയ്യൂ എന്നൊരു മുൻഗണനയില്ല, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി ഇടുക. എല്ലായിടത്തും നമ്മൾ ഈ ട്രെയിൻ മാർഗം പോയി എത്തിപ്പോകാൻ പറ്റുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ട ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഭാവിയിൽ പോയി വ്ളോഗായിട്ട് കാണിക്കുന്നതാണ്. ചെറുതായിട്ട് ഇച്ചിരി സമയമെടുത്തിട്ടാലും തീർച്ചയായും എല്ലാവരെയും കാണിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ളോഗ് വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.